പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഫ്രീ സ്റ്റൈൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും വിനേഷ് സമൂഹമാധ്യമത്തിലെ പോസ്റ്റിൽ കുറിച്ചു. ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വിനേഷ് ഫോഗട്ടിന് നൽകുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അറിയിച്ചു. അതേസമയം വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിങ്ങളുടെ സ്വപ്നവും എൻ്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ കൂടുതൽ ശക്തിയില്ല എന്നാണ് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വിരമിക്കൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് തൻ്റെ പോസ്റ്റിൽ പറയുന്നു. പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ നിന്ന് വിരമിക്കുകയാണെന്ന തീരുമാനം വിനേഷ് പ്രഖ്യാപിച്ചത്. വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതിനെതിരായ ഹർജിയിൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ വിധി പറയാനിരിക്കെയാണ് വിനേഷ് തൻ്റെ വിരമിക്കൽ ലോകത്തെ അറിയിച്ചത്. അതേസമയം ഇന്ത്യയിലെ കായിക പ്രേമികൾ ഞെട്ടലോടെയായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ വിരമിക്കൽ പ്രഖ്യാപന വാർത്തയെ ശ്രവിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സെമി ഫൈനലിൽ മെഡൽ കരസ്ഥമാക്കി ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് വിനേഷ് ഫോഗട്ടിനെ കായികക്ഷമതാ പരിശോധനയിൽ 100 ഗ്രാം ഭാരക്കൂടുതൽ ചൂണ്ടിക്കാട്ടി ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കിയത്. അധികാരത്തിലിരിക്കുന്നവരിൽ ചിലർക്ക് വിനേഷ് ഫോഗട്ട് മെഡൽ നേടുന്നതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജാവാല വിമർശിച്ചിരുന്നു. വിനേഷ് ഫോഗട്ട് ജയിച്ചപ്പോൾ അഭിനന്ദിക്കാൻ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ BJP നേതാക്കൾ അയോഗ്യത നേരിട്ടപ്പോൾ മാത്രം പ്രതികരണം നടത്തിയതും വിമർശനത്തിന് ആക്കം കൂട്ടിയിരുന്നു. അതേസമയം വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. വിനേഷ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനിടയിലാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. ഫോഗട്ടിൻ്റെ അയോഗ്യതയ്ക്ക് പിന്നിൽ ആരെന്ന് മല്ലികാർജുന ഖാർഗെ ചോദിച്ചു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് JP നദ്ദ പറഞ്ഞു. തുടർച്ചയായി മുദ്രാവാക്യം വിളിക്കുന്നതിന് ആര് അധികാരം നൽകിയെന്ന് ചോദിച്ച് ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷത്തെ ശാസിക്കുകയായിരുന്നു. പിന്നീട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ ലോക്സഭയിൽ CPIM MPമാർക്ക് പുറമെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.